പ്രിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്നും എല്ലാ മാസവും ഒരു 1500 രൂപയെങ്കിലും അതിനുവേണ്ടി ചിലവാക്കേണ്ട ഒരവസ്ഥയാണ്. പക്ഷേ ഒരു ഗവൺമെൻറ് സ്കൂളാകുമ്പോൾ നമുക്ക് 10 പൈസ പറഞ്ഞാൽ 100 രൂപ ചിലവാക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇത് നമുക്ക് മാറ്റി വെച്ച് പോയിരുന്നു. ഞാനിങ്ങനെ ഒരുപാട് വിഷമിച്ചെന്നപ്പോഴാണ് നമ്മുടെ ഈ റേഡിയോ സ്റ്റേഷൻ്റെയൊക്കെ പ്രവർത്തനത്തിന് വേണ്ടി വിവേക് സാർ വന്നപ്പോൾ ഞാൻ സാറിനോട് ഈ കാര്യം പറഞ്ഞു, നമുക്കൊരു പ്രിൻ്റർ കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് സാറിങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. നമ്മുടെ നെടുമങ്ങാട് ലയൺസ് ക്ലബിൻ്റെ ഭാരവാഹികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ സാമൂഹ്യ സേവനം ലയൺസ് ക്ലബ്ബ് ഒരുപാടൊക്കെ ചെയ്ത് നമ്മുടെ ഫോട്ടോസും അതും ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് സ്ഥിരമായിട്ട്. അപ്പോൾ അവരുടെ ഒരു സാമൂഹ്യ സേവനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഗവൺമെൻറ് സ്കൂളിലേക്ക് ഇടനില സ്കൂളിലേക്ക് ഒരു പ്രിൻ്റർ നമുക്ക് സംഭാവന തരുന്നുണ്ട്. ഇതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളോടും അതിൻ്റെ എല്ലാ പ്രവർത്തകരോടും ഞങ്ങളുടെ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്കൂളിലേക്ക് നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു വലിയ ഫംഗ്ഷനായിട്ടൊന്നും പെട്ടെന്ന് നടത്താൻ കഴിഞ്ഞില്ല. സാധാരണ നമ്മളിങ്ങനെയല്ല ചെയ്യുന്നത്, അതെല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്നത്തെ ഈ നമുക്കിങ്ങനെ പെട്ടെന്ന് തന്നെയാണ് ഇത് വരുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ സേവനം നമ്മൾ സഹായം എന്നുള്ളത് പിന്നെ മാൻ പവറും ആവാം, എല്ലാം സാമ്പത്തികം തന്നെയല്ല. മാൻ പവറായിട്ടും നമ്മളെ പരമാവധി ഒരു ഗവൺമെൻറ് സ്കൂളിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് സ്കൂളിൽ ചെയ്യുക നമ്മൾ നാട്ടിൽ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഇതാണ്. അപ്പോൾ ലയൺസ് ക്ലബിൻ്റെ ഭാരവാഹികൾക്ക് 1 വർഷമാണ് കാലാവധി. ജൂലൈ 1 മുതൽ ജൂൺ 30 വരെ പുതുതായി വരുന്ന അംഗങ്ങളായിരുന്നു അടുത്ത ഭാരവാഹിയായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ നെടുമങ്ങാട് ക്ലബ്ബ് കഴിഞ്ഞ 1 വർഷം ചെയ്ത സർവീസ് പ്രോജക്റ്റുകളിൽ ഹരിപ്പാട് മുതൽ പാഠശാല വരെയുള്ള 154 ക്ലബ്ബുണ്ടായിരുന്നു. അതിൽ നെടുമങ്ങാട് ക്ലബ്ബിനാണ് 1ാം സ്ഥാനം കിട്ടിയത്. അപ്പോൾ നിരവധി പ്രോജക്റ്റുകൾ, ഇപ്പോൾ ടീച്ചർ പറഞ്ഞതുപോലെ ഗവൺമെൻറ് സ്കൂളുകളിൽ ഒത്തിരി പ്രോജക്റ്റുകളാണ് ചെയ്തത്. എങ്ങനെയെന്ന് പറഞ്ഞാൽ സൈറ്റ് ഫോർ കിഡ്സ് എന്ന് പറഞ്ഞിട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികളെ, 12 വയസ്സ് വരെയുള്ള കുട്ടികളെ കാഴ്ച പരിശോധിച്ച് അവർക്ക് കണ്ണട കൊടുക്കേണ്ടത് ഫ്രീ ആയിട്ട് കണ്ണട കൊടുക്കും, ചികിത്സിക്കേണ്ടത് ചികിത്സ ഫ്രീ ആയിട്ട് കൊടുക്കും. അതായത് കുറേ ഹോസ്പിറ്റലുകളുമായിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ അവരാണ് അതെല്ലാം ചെയ്യുന്നത്. സർക്കാർ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഏർപ്പെടുത്തിയ ലയൺസ് ക്ലബിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നെടുമങ്ങാട് ലയൺസ് ക്ലബിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞു നെടുമങ്ങാട് മാത്രം നമുക്കറിയാം സർക്കാർ സ്കൂളുകളിലൊക്കെ പല പ്രത്യേകിച്ച് അധ്യാപകരുടെ സ്ട്രെസ് ഉണ്ടാകുന്നു. ഇതെല്ലാം അതുപോലെ ഇതുപോലെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഒരു സോഷ്യൽ കമ്മിറ്റി കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഇതേപോലെ സർക്കാർ സ്കൂളുകാർ ഞങ്ങളുടെ ചെറിയ സംഭാവനയാണ്. ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു 1500 രൂപ ചിലവാക്കി. അതിനുവേണ്ടി ഇതൊരു സഹായമാണ്. ലയൺസിനെ സംബന്ധിച്ച് ഡയറക്റ്റ് DBT ആണ്, ഡയറക്റ്റ് ബെനിഫിഷ്യറി, ഡയറക്റ്റ് ട്രാൻസ്ഫറാണ് ശരിക്കും. കാരണം ഇതിന് ഇടനിലക്കാരനില്ല. അതുകൊണ്ട് ഇത് ഈ പറയുന്ന മാതിരി വേറെ ഫണ്ടിങ്ങും ഇല്ല. ഇത് നമ്മുടെ ഈ പറയുന്ന മാതിരി നമ്മുടെ ജീവിതത്തിൽ കുറേ എന്താ പറയുക, കുറേ ജോലി ചെയ്തു, ന്യായമായിട്ട് കുറച്ച് സമ്പാദിച്ചു, അതിൻ്റെ ഒരു ഷെയർ നമ്മൾ ആവശ്യക്കാർക്ക് കൊടുക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. അല്ലാതെ വേറെ ഫണ്ടിങ്ങോ വേറെ കാര്യങ്ങളൊന്നുമില്ല. ബഹുമാനമുള്ളവരെ, അത്യാവശ്യം നമ്മുടെ സ്കൂളിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് ടീച്ചർ പറഞ്ഞു. കാരണം നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി പരിധിയിൽപ്പെട്ട സ്കൂളാണെങ്കിലും ഇത് ഈ പരിസര പ്രദേശത്ത് ഉള്ള കുട്ടികളും അതുപോലെ പഞ്ചായത്ത് ഉൾഭാഗങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇവിടെ പഠിക്കാൻ വരുന്നത്. എന്ന് മാത്രമല്ല, ഈ പഠിക്കാൻ വരുന്നതിൽ ഭൂരിഭാഗവും വളരെ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. നന്നായി സേവനം തീർച്ചയായും നമ്മളെ സമയമെടുത്തോളം, ഈ സ്കൂളിനെ സമയമെടുത്തോളം ഇത് വളരെ വിലപ്പെട്ടതാണ്. ഇനിയും തുടർന്നും നിങ്ങൾക്ക് ഇതുപോലുള്ള സേവനങ്ങൾ ചെയ്യാനുള്ള ശക്തി ദൈവം തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഇതൊരു വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു എല്ലാവർക്കും കിട്ടട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു. അതിന്റെ ഒരു കൈവഴി എന്ന് പറയുന്നത് വിവേക് സാറാണ്. അദ്ദേഹം ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്ത് വന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഇവിടുത്തെ സെറ്റ് ചെയ്ത് തീരാറായപ്പോഴാണ് പറഞ്ഞത്. ഞാനിങ്ങനെ അവരോട് പറഞ്ഞിട്ടുണ്ട്